നാളെ നടക്കുന്ന തിരുവിതാംകൂർ LDC പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയർസ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഈ ഒരു ക്ലാസ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്ക് മാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലാസ് അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഫസ്റ്റ് പോയിന്റ് തന്നെ, നിലവിലെ കേരള ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. നിലവിലെ കേരള ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ്. ഈ VN വാസവൻ ദേവസ്വം വകുപ്പ് കൂടാതെ സഹകരണം, തുറമുഖം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നത് VN വാസവനാണ്. പഠിച്ചു വെക്കണം. നിലവിലെ കേരള ദേവസ്വം വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ്. അടുത്ത പോയിന്റ്, നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? K. ജയകുമാർ IAS ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. പഠിച്ചു വെക്കണേ. നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? K. ജയകുമാർ IAS. നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ IAS. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരാണ്? AV ഗോപിനാഥ് ആണ് കേട്ടോ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AV ഗോപിനാഥ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഗോപിയാണ്. പഠിച്ചു വെക്കണം. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് K. ജയകുമാർ IASും ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AV ഗോപിനാഥും കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഗോപിയും മലബാർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റാണ് MR മുരളി കേട്ടോ. പഠിച്ചു വെക്കണേ. മലബാർ ദേവസ്വം ബോർഡിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? MR മുരളിയാണ്. 2026 ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് KB മോഹൻദാസ് ആണ്. പഠിച്ചു വെക്കണേ. 2026 ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് KB മോഹൻദാസ് ആണ്. അഡ്വക്കേറ്റ് KB മോഹൻദാസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. 2026 റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? അഡ്വക്കേറ്റ് KB മോഹൻദാസ്. അടുത്ത പോയിന്റ് നോക്കാം. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരാണ്? പ്രൊഫസർ KP ശങ്കരനാണ് കേട്ടോ. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാരാണ്? പ്രൊഫസർ KP ശങ്കരനും. 2024 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയുമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതൽ കേട്ടോ. പഠിച്ചു നോക്കണം. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രൊഫസർ KP ശങ്കരൻ. 2024 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് ആദ്യമായി യാന്ത്രിക ആനയെ ആചാരങ്ങൾക്കായി ഉപയോഗിച്ചത്? ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂരെ ക്ഷേത്രമാണ്. ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് ആദ്യമായി യാന്ത്രിക ആനയെ ആചാരങ്ങൾക്കായി ഉപയോഗിച്ചത്? യാന്ത്രിക ആന, റോബോട്ടിക് ആന എന്നൊക്കെ പറയത്തില്ല, യാന്ത്രികമായിട്ടുള്ള ആനയെ ആചാരങ്ങൾക്കായി ഉപയോഗിച്ചത് ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂര്. ഈ ആനയെ സംഭാവന ചെയ്തത് 2023 പെറ്റ എന്ന് പറഞ്ഞ സംഘടനയാണ്. അപ്പൊ ഈ ഒരു യാന്ത്രിക ആനയെ ഈ ഒരു ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്തത് ആരാണ്? 2023 പെറ്റ എന്ന് പറഞ്ഞ സംഘടനയാണ്. പെറ്റ എന്ന് പറഞ്ഞ സംഘടന എന്താണ്? പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ആണ്. പെറ്റയുടെ ഫുൾ ഫോം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പെറ്റ എന്താണ്? പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ്. അടുത്ത പോയിന്റ്, 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? പ്രശസ്ത നാദസ്വര കലാകാരൻ തിരുവിഴ ജയശങ്കറിനാണ്. പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? പ്രശസ്ത നാദസ്വര കലാകാരൻ തിരുവിഴ ജയശങ്കർ. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ് കേട്ടോ. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവനാണ്. 38ാമത് കേരള സയൻസ് കോൺഗ്രസിന്റെ വേദി എറണാകുളത്താണ് കേട്ടോ. 38ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി എറണാകുളം. 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് E. സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നോവലിനാണ് E. സന്തോഷ് കുമാറിന് ഈ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ളയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ്? KG ശങ്കരപിള്ള.
2025 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? EP രാജഗോപാലനാണ്. സാഹിത്യ വിമർശകനായിട്ടുള്ള EP രാജഗോപാലനാണ്. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചത്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. 2026 ഹരിവരാസന പുരസ്കാരം പ്രശസ്ത നാദസ്വര കലാകാരനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചത്. സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. 2025 അടുത്തത് 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് E സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. കൃതി ഏതാണ്? ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് ഈ ഒരു അംഗീകാരം, ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. EP രാജഗോപാലൻ ഓടക്കുഴൽ പുരസ്കാരം. മാർക്കരുതേ, ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്ക് പ്രതീക്ഷിക്കുക നാളത്തെ പരീക്ഷയ്ക്ക്. അടുത്ത പോയിന്റ്, നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയലാണ്. റീസെന്റ് ആയിട്ട് നടന്നൊരു അപ്പോയിന്റ്മെന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ MS സുബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചതാർക്കാണ്? നമ്മുടെ KJ യേശുദാസിനാണ്. ഗാനഗന്ധർവനായിട്ടുള്ള KJ യേശുദാസിനാണ് ലഭിച്ചത്. പഠിച്ചു വെക്കുക. സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് തമിഴ്നാട് സർക്കാരിന്റെ MS സുബലക്ഷ്മി പുരസ്കാരം 2025 ലഭിച്ചതാർക്കാണ്? KJ യേശുദാസ്. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാരാണ്? ഇന്ദു ലക്ഷ്മിയാണ് കേട്ടോ. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാരാണ്? ഇന്ദു ലക്ഷ്മിയാണ്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാരാണ്? ജയശ്രീ വെങ്കടേശ്വർ. അപ്പോൾ പഠിച്ചു നോക്കുക. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാരാണ്? ജയശ്രീ വെങ്കടേശ്വരൻ. വാഴത്തണ്ടിൽ നിന്ന് പ്ലാന്റ് ബേസ്ഡ് ലെതർ ബദൽ കണ്ടെത്തിയതിന് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിംഗിന്റെ UNEP-യുടെ 2025 യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരിയാരാണ്? ജിനാലി മോദിയാണ് കേട്ടോ. ജിനാലി മോദിയാണ്. പഠിച്ചു വെക്കണം. വാഴത്തണ്ടിൽ നിന്ന് പ്ലാന്റ് ബേസ്ഡ് ലെതർ ബദൽ കണ്ടെത്തിയതിന് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം അഥവാ UNEP-യുടെ 2025 യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ആരാണ്? ജിനാലി മോദിയാണ്. അടുത്ത പോയിന്റ്, 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചതാർക്കാണ്? എൽദോസ് പോളിനാണ് കേട്ടോ. 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചതാർക്കാണ്? എൽദോസ് പോളിനാണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവാരാണ്? ടെസി തോമസ് ആണ്. 2024 കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ടെസി തോമസ്. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ സ്വദേശം തമിഴ്നാടാണ് കേട്ടോ. ഇന്ത്യയുടെ 15ാമത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ്. സ്വദേശം തമിഴ്നാടാണ് കേട്ടോ. 2026 G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ് ആണ്. 2026 G7 ഉച്ചകോടി വേദി ഫ്രാൻസ്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. അപ്പൊ നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അടുത്ത പോയിന്റ്, ഹൈഡ്രജൻ പാസഞ്ചർ ബസ് സർവീസ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. സിയാൽ എന്നറിയപ്പെടുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. പഠിച്ചു നോക്കുക. ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അഥവാ സിയാലാണ്. അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യമാണ് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. അതായത് നമ്മളൊരു ടെലഗ്രാമിൽ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതായത് എല്ലാ പ്രധാന PSC പരീക്ഷകൾക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, ഇനി പരീക്ഷകൾ വരുന്നുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ ഗാദി ബോർഡ് LGS, അതുപോലെ തന്നെ ബെവ്കോ LDC തുടങ്ങിയ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് വേണ്ടി ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ 1 hour ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ലൈവിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. PDF നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അതായത് ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 6 മാസമായിരിക്കും കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത്. ഇനി വരുന്ന പരീക്ഷകളെല്ലാം 6 മാസത്തിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ
6 മാസമാണ്. വെറും 200 രൂപയാണ്. നിങ്ങളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. 6 മാസത്തേക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് 10-20 മാർക്കാണ്. ആ 20 മാർക്ക് നമുക്ക് വെറും 200 രൂപയിൽ നിങ്ങൾക്ക് സമ്പൂർണ്ണ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. എല്ലാവരും ജോയിൻ ചെയ്യുക. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി നഗരനയം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, നാളെ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമായിരിക്കും. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി നഗരനയം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരെന്താണ്? ട്രിയോണ്ടയാണ് കേട്ടോ. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേരെന്താണ്? ട്രിയോണ്ട. 2026 ഫിഫ ലോകകപ്പിന്റെ വേദി എവിടൊക്കെയാണ്? USA, കാനഡ, മെക്സിക്കോ. വടക്ക് അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള USA, കാനഡ, മെക്സിക്കോ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരത്തിന് 2025 അർഹമായതാണ് നമ്മുടെ കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരത്തിന് 2025 അർഹമായത് ഏത് ഓഫീസാണ്? കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 99ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം എന്ന രാജ്യം ഫിൻലാൻഡ് ആണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മാനസികാരോഗ്യ അംബാസഡർ ആരാണ്? ദീപിക പദുക്കോണാണ്. ബോളിവുഡ് നടിയായിട്ടുള്ള ദീപിക പദുക്കോണാണ്. പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മാനസികാരോഗ്യ അംബാസഡർ ആരാണ്? ദീപിക പദുക്കോൺ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായതാരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. റീസെന്റ് ആയിട്ട് നടന്ന നിയമനമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ എന്താണ്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായതാരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. ബുക്കർ പ്രൈസ് 2025 ഡേവിഡ് സോളയ്ക്കാണ് ലഭിച്ചത്. ബുക്കർ പ്രൈസ് 2025 ഡേവിഡ് സോളയ്ക്കാണ്. കൃതി ഫ്ലഷ് എന്ന് പറഞ്ഞ കൃതിയാണ്. അടുത്ത പോയിന്റ്, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 ലഭിച്ചത് നമ്മുടെ കന്നഡ എഴുത്തുകാരിയായിട്ടുള്ള ബാനു മുഷ്താഖിനാണ്. കൃതി ഹാർട്ട് ലാമ്പ് എന്ന് പറഞ്ഞ കന്നഡയിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ട കൃതിയാണിത് കേട്ടോ. 2025 ഫിഫ സമാധാന പുരസ്കാര ജേതാവാരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. 2025 പ്രഥമയാണ്, ഫസ്റ്റ് ടൈമാണ് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് പുരസ്കാരമാണ്. അപ്പൊ പഠിച്ചു നോക്കണം. 2025 പ്രഥമ ഫിഫ സമാധാന പുരസ്കാര ജേതാവാരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ് കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? നിലവിലെ A ഷാജഹാനാണ് കേട്ടോ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാനാണ്. നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷ ആരാന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ദിയ ബിനു പുളിക്കക്കണ്ടമായിരിക്കും കേട്ടോ. അത് ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയതാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ വനിത, ഏറ്റവും പ്രായം കുറഞ്ഞ വനിത നഗരസഭ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? ദിയ ബിനു പുളിക്കക്കണ്ടമാണ്. പാല നഗരസഭയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ നഗരസഭ അധ്യക്ഷ ആരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടം, പാല നഗരസഭയാണ്. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? രതൻ യു കേൽക്കർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം, കണ്ണൂരാണ്. ജെൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ലഘുഭക്ഷണശാല ശൃംഖലയുടെ പേരെന്താണ്? മീറ്റ് പോയിന്റ് ആണ്. ജെൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ലഘുഭക്ഷണശാല ശൃംഖലയുടെ പേരെന്താണ്? മീറ്റ് പോയിന്റ് ആണ്. കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഏതാണ്? ദീപ്തി പദ്ധതിയാണ്. കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതി ഏതാണ്? ദീപ്തി പദ്ധതിയാണ്. 2026 ICC പുരുഷ T20 ലോകകപ്പിന്റെ ജേതാക്കൾ ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. തുടർച്ചയായിട്ട് രണ്ടാം തവണയാണ് ഇന്ത്യക്ക് ഈ ഒരു പുരസ്കാരം കിട്ടുന്നത്. ടോട്ടൽ ഇന്ത്യക്ക് ICC പുരുഷ T20 ലോകകപ്പ് ഇന്ത്യക്ക് 3 തവണ കിട്ടിയിട്ടുണ്ട്. 2007, 2024, 2026 എന്നീ വർഷങ്ങളിൽ ICC പുരുഷ T20 ലോകകപ്പ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ 2025 വനിതാ ഏകദിന ലോകകപ്പ് കിരീടം നമ്മുടെ ഇന്ത്യക്കാണ് ലഭിച്ചത്. അത് ഇന്ത്യയുടെ പ്രഥമ വനിതാ ഏകദിന ലോകകപ്പ് കിരീടം 2025 പ്രഥമ
വനിതാ ഏകദിന ലോകകപ്പ് കിരീടം 2025 ലഭിച്ചു. അതിനെ നയിച്ച ക്യാപ്റ്റൻ ആരെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. 2025 നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയെ നയിച്ച ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണ്. അതോടൊപ്പം തന്നെ 2026 ICC പുരുഷ T20 ലോകകപ്പിനെ നയിച്ച ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ടൂർണമെന്റിലെ താരം, അതായത് 2026 ICC പുരുഷ T20 ലോകകപ്പിലെ ടൂർണമെന്റിലെ താരം നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസണുമാണ്. അടുത്ത പോയിന്റ്, 2024 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. ആ 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. മികച്ച നടൻ മമ്മൂട്ടി പ്രമേയമാണ്. മികച്ച നടി ഷംല ഹംസയാണ് കേട്ടോ. ഷംല ഹംസയാണ്. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. മികച്ച സംവിധായകനായും മികച്ച തിരക്കഥാകൃത്തുമായും തെരഞ്ഞെടുക്കപ്പെട്ടത് ചിദംബരമാണ് കേട്ടോ. നമ്മളിപ്പോൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയേറിയ കറണ്ട് അഫയേഴ്സ് സെലക്ട് ചെയ്തെടുത്തൊരു ക്ലാസ് ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഉടനെ തന്നെ ഇരുന്നതാണ്. താങ്ക് യു ഓൾ. അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൽ കയറി കഴിഞ്ഞാൽ മറ്റ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സും കാണാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഓൾ.